ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പാരഡൈസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ ദോശയാണ്. നമ്മൾ എണീറ്റ പാടെ മാവ് കലക്കി വെച്ച് പെട്ടെന്ന് ചുടാൻ പറ്റിയ ദോശയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ഗ്ലാസ് റവ ഇന്ന് വറുത്തതാണ് കേട്ടോ. ഒരു ഗ്ലാസ് അരിപ്പൊടി. റവ എത്ര ഗ്ലാസ് എടുക്കണോ അതുപോലെ തന്നെ അരിപ്പൊടി എടുക്കുക. ഇനി ഞാൻ ഇടുന്നത് ഒരു സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. കുറച്ച് കുരുമുളക് ഞാൻ ചതച്ച് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ജീരകം ഇടുന്നുണ്ട്, ചെറിയ ജീരകം. 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഒരു ഗ്ലാസ്സിന് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ലൂസായിട്ട് വേണം നമുക്ക് മാവ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അപ്പം 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പം റവയൊക്കെ നല്ല വെള്ളം കുടിച്ച് വീർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ലൂസാക്കണം. അപ്പം വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ നല്ല ലൂസായിരിക്കണം. പിന്നെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. ഇനി നമുക്കിത് ചുട്ട് തുടങ്ങാം. അപ്പം നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് വേണം കേട്ടോ. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഞാനിപ്പോൾ ഇത്തിരി നെയ്യ് തേക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെയ്യ് തേക്കാം. ഇനി കുറച്ച് നേരം കൂടി വെക്കാം കേട്ടോ. ഇതാ ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് തിരിച്ചിടാം. ഇത് മാവ് ഫസ്റ്റ് ഒഴിക്കുമ്പോൾ നല്ല ചൂടായിരിക്കണം കേട്ടോ ചട്ടി. അതുപോലെ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ഇതാ അങ്ങനെ നമ്മുടെ റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെയും കഴിക്കാം, അല്ലെങ്കിൽ സാമ്പാർ കൂട്ടിയോ ചട്നി കൂട്ടിയോ ഇങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോയുമായി തിരിച്ചു വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.